അസ്സലാമലൈക്കും എല്ലാവർക്കും KTS ഫാമിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ചിമ്മുഗം ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്ട് ഇൻ കർണാടക. അപ്പോൾ നമ്മൾ ഇന്നലെ മൈസൂരിൽ നിന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോൾ നമ്മുടെ ചിമ്മുഗത്തിലുള്ള ഡേ 2-ലെ അതായത് നമ്മൾ കർണാടകയിലെ ഡേ 2-ഉം ചിക്മംഗ്ലൂരിൽ ഡേ 1-ഉമാണ്. അപ്പോൾ നമ്മളുടെ ട്രിപ്പ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അടുത്തുള്ളൊരു ടീ ഫാക്ടറി എസ്റ്റേറ്റും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് ഇന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നിന്ന വീട് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീട് നമ്മൾ റിലേറ്റീവ് നമ്മൾ കാണാൻ വന്നതാണ്. നമ്മൾ ഏകദേശം അപ്രോച്ച് 7 hours ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നമ്മുടെ ബിഗ് ബോയ് സ്കോർപിയോ ഇവിടെ ഉണ്ട്. അതുപോലെ ഇന്നലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. നമ്മൾ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടിക്ക് വന്നൊരു വണ്ടി ഇടിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് ഡാമേജസ് കാര്യങ്ങൾ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ് പൊട്ടിയിരുന്നു. മൈസൂർ വെച്ചാണ് അപകടം ഉണ്ടായത്. നമ്മൾ സ്ഥലം കാണാൻ പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. അപ്പോൾ നമുക്കൊരു അലഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും അലഹംദുലില്ലാ ചെറിയ ഡെൻ്റാണ്. പിന്നെ വീൽ കപ്പ് അത് പൊട്ടിയിരുന്നു. അത് ബൈക്ക് വന്ന് അതായത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മ്യൂസിയം അതായത് ടിപ്പു സുൽത്താൻ്റെ കബറടും അതുപോലെ മ്യൂസിയം അടുത്തുള്ള സ്ഥലം കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു പോലീസ് ബലോറ ജീപ്പ് ഒരു ബൈക്കിനടിച്ച് ആ ബൈക്കിൻ്റെ ഫുള്ള് ലോഡും നമ്മളെ വണ്ടിമക്കളെ വന്നത്. അതുകൊണ്ട് വണ്ടിക്ക് ചില ഡെൻ്റ് ഉണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് ആർക്കും കുഴപ്പം പറ്റില്ല അൽഹംദുലില്ലാ. എനിവേ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് കാരണം നമുക്ക് ചെറിയ സ്പോട്ടുകളൊന്നും മൈസൂർ വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇൻസിഡൻറ്റ് കാരണം നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇൻഷാ അല്ലാ പിന്നെ ഒരു ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കണ്ടുവരും. ഇനി മൈസൂരിലുള്ള ഡേ 1 എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ചിക്മംഗ്ലൂരിലെ ഡേ 1-ഉം അതുപോലെ കർണാടകയിലെ ഡേ 2-ആയി കണ്ടുള്ള സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. സോ നമുക്ക് നേരെ ഇവിടുന്ന് നമ്മളൊരു ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്തുള്ള സ്പോട്ടുകൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ കാണുന്ന ഫാമിലിൻ്റെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കുടുംബമാണ്. ഏകദേശം ഞങ്ങൾ ഈ കുടുംബം കാണുന്നത് 17 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഒരു ഫോർഗോട്ടൺ കുടുംബമാണ്. ഇപ്പോൾ ഞങ്ങൾ റീയൂണൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചിമ്മുഗത്തിലുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായ ബെല്ലൈക്കൺ അമർത്തുക. എന്നുവെച്ചാൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോയല്ലോ ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ താമസിച്ച വീടിൻ്റെ ഒരു ഉൾവശം കാണിച്ചു തരാം. ഇതൊരു എൻട്രൻസ് ആണ്. ഇവിടെ 3 കുടുംബങ്ങൾ ഒരുമിച്ചാണ്. ഇത് നിങ്ങൾ കാണും, കുടുംബത്തിൻ്റെ ഐക്യമുണ്ടോ. ഇങ്ങനെയാണ് വീടിൻ്റെ ഉൾവശം വരുന്നത് ഗൈസ്. അതുപോലെ തന്നെ എൻ്റെ ബ്രദറുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കടന്ന റൂം കാണിച്ചെൻ്റെ ലില്ലിമ ഈ വീടിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? എങ്ങനെ തോന്നുന്നു? അല്ല നമ്മളെ നാട്ടത്തെ പോലെയല്ല. 3 പ്രദേശം നല്ല ഒരുമയില. ആണോ? അതുപോലെ താത്ത ഉണ്ട് ഇവിടെ. താത്ത വേണ്ട, താത്തക്ക് മടിയാണ്. അപ്പോൾ അതുകൊണ്ട് താത്തനെ കാണിക്കുന്നില്ല. പിന്നെ ഇത് അവിടുത്തെ കിച്ചൺ ഏരിയകൾ. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കുറച്ച് പേര് എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മു താത്ത ഇവർക്ക് ഹണിമൂൺ ട്രിപ്പാണ് ഇവിടെ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഫസ്റ്റ് ആയിട്ടാണ് മൈസൂർക്ക് വരേണ്ടത്. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ചിക്മംഗ്ലൂരിൽ എങ്ങനെയുണ്ട് ഇവിടെ താമസം കാര്യങ്ങൾ, ഫുഡും കാര്യങ്ങളൊക്കെ? ഉഷാറാണ്. അപ്പോൾ ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ സമ്പർത്ത് ഊനാലെ കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ മുകൾ വശത്തേക്ക് പോകാം. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് കണ്ടോ. ഇങ്ങനെ ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കവുന്ന് ഇങ്ങനെ വേണം പോകാൻ. അതുകൊണ്ട് റൂമിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഗൈസ്. ഇതൊരു റൂമാണ് കേട്ടോ. വാവ്, ഔട്ട്സ്റ്റാൻഡിങ് റൂം ഗൈസ്. ബെഡ്റൂം ആണ് ഇങ്ങനെ ആവണം. ഫാമിലിയൊക്കെ നല്ലൊരു 10 ആളുടെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് കിടക്കാം. ഇറ്റ്സ് എ ക്വൈറ്റ് ഇംപ്രസീവ് ബെഡ്റൂം. ഞാൻ കണ്ടു വെച്ച് സത്യം പറയാലോ, എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഇഷ്ടം. കാരണം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു എൻജോയ്മെൻറ്റ്, അതാണ് വീട്. അല്ല കുറേ വീടുണ്ടാക്കിയിട്ട കാര്യം. അപ്പോൾ അത് മാത്രമല്ല, ഇതാണ് ഞാൻ കിടന്ന ബെഡ്റൂം. ഇവിടെ കുറച്ച് ഇട്ടാട്ടെ, ലൈറ്റ് ഇട്ടെ. ഞാൻ കിടന്ന ബെഡ്റൂം ഇതാണ് ഗൈസ്. എനിവേ ഇറ്റ്സ് എ ക്വൈറ്റ് ബെഡ്റൂം, ക്വൈറ്റ് ബെഡ്. ഇവിടെ ഒരു സോഫയുണ്ട്. അതുപോലെ എൻ്റെ സ്റ്റേഷൻ വരെ ചാർജ് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ നമ്മളുടെ ചിക്മംഗ്ലൂരിലത്തെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോകാണ്. നമ്മളിപ്പോൾ ഇറങ്ങും. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ചിക്കൻ കറി, വെള്ളപ്പം. പിന്നെ ഇന്നലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു. ഒരു പുണ്ടിയാണെന്ന സംഭവം. മറ്റേ എന്താ പറയുക, നമ്മൾ പത്തിരിയൊക്കെ കൊഴിച്ചുണ്ടാക്കൂലേ ഒരു ഉണ്ട, അതുപോലെ തന്നെ ഉണ്ട്. അത് അടിപൊളി സാർ, സൂപ്പർ. ഞാൻ എന്തായാലും ഇനി വീട്ടിൽ ചെന്നാൽ ഡീറ്റെയിൽ ആയിട്ട് അത് ഉണ്ടാക്കി കളിക്കും. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഉമ്മേൻ്റെ അടുത്തേക്ക് പോകാം. എൻ്റെ ഉമ്മാൻ്റെ അവിടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താൻ നിങ്ങളോട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഹംസാക്ക.
ഹംസാക്ക കണ്ടില്ല, ഒരുപാട് സന്തോഷം. എങ്ങനെ ഇവിടെ നമ്മൾ ആദ്യത്തെ സ്പോട്ട് ഏതാണ് നമ്മൾ കാണാൻ പോകുന്നത്? നമ്മൾ ദേവൻ എസ്റ്റേറ്റ് പിന്നെ MRFിൻ്റെ കമ്പനിയാണിത്, മലയാള മനോരമ പേപ്പറിൻ്റെ ഒക്കെ കമ്പനിയാണ് അത്. അപ്പോൾ അവിടെ പോയി കാണാം നമുക്ക് ആദ്യം ഇൻഷാ അല്ലാ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇവിടെ പോകണം, ഇവിടെ ആകുമ്പ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോകണം. പിന്നെ അവിടെ നിന്ന് കാസർഗോഡ് ഇൻഷാ അല്ലാ അവിടെയും പോകണം. യാത്രയൊക്കെ സുഖകരമായി തീരട്ടെ. അപ്പോൾ എങ്ങനെയാണ്? അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് ഉമ്മ. 15 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നതല്ല എല്ലാരും. അപ്പൊ അതിന്റെ സന്തോഷങ്ങൾക്ക് എങ്ങനെയാണ്? സന്തോഷം പറഞ്ഞാലെങ്ങും തീരൂല. ഇത്ര സ്നേഹമുള്ള ഒരു കുടുംബം നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഒരു സമൂഹം നല്ല കുഴപ്പമില്ല. ഞങ്ങൾ അമ്മോക്കാക്ക് എത്രയോ കാലം ചെറുപ്പത്തിൽ വന്ന് 3ാമത്തെ ഒരു കല്യാണം കഴിച്ച അതിലുള്ള കുട്ടികളാണ് ഇവര്. ഞങ്ങൾ ഇവരെ കണ്ടിട്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് ഒരു ദിവസം അവരെല്ലാവരും കൂടി നമ്മളെ വീട്ടിൽ വന്ന് ഒരു ദിവസം അന്തി ഇറങ്ങി. അങ്ങനെ വീണ്ടും അവർ ബന്ധമില്ലാത്ത അവസ്ഥ ആയപ്പോൾ ഞാൻ അവരെ തിരഞ്ഞു വന്നതാണ്. വീണ്ടും ഞങ്ങളെ ബന്ധം പുലർത്തി എന്നും മരണം വരെ ഞങ്ങൾ നല്ല രീതിയിലാവാനും മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കാനും സ്വർഗത്തിൽ ഒത്തൊരുമിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു കുടുംബം അകന്നു പോകുന്നത് അടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഗൈസ് ഇതൊക്കെ കണ്ടില്ലേ, അങ്ങനെയാണ് ഈ റിലേറ്റീവിൻ്റെ നമ്മളോട് ഈ ബന്ധം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഐക്യം, അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു അമ്മായിണ്ട്. അമ്മായി ഫോണിലാണ്. അതാണ് അമ്മായി ഗൈസ്. എനിക്കൊരു അമ്മായിനെ കിട്ടി. ഇതേപോലെ ഒരു ചോട്ടക്കുട്ടിയുണ്ട്. ഇനി അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത റിലേറ്റീവുകൾ. ഇതാണ് നമ്മളെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. ഇത് അന്യൻ്റെ ഭാര്യയാണ്. പിന്നെ അത് എൻ്റെ ഭാര്യയാണ്. ഫുഡ് നല്ല സൂപ്പർ ഫുഡാണ് ഗൈസ്. എല്ലാം പ്രിപ്പയർ ചെയ്ത താത്തമാര്. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ദിസ് ഗൈസ്. ഓയ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റയാൻ അല്ലേ? എൻ്റെ പേരെന്താ? റയാൻ അല്ലേ? റയാൻ. ഓ റയാൻ. ഹലോ എന്നാ ബ്ലാങ്കാണ് ആളൊന്നും പറഞ്ഞു. അവിടെ ആൾക്ക് മടിയാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ മടിയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ദിസ് ഈസ് ദ റിലേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ സ്പോട്ട് കവർ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കാക്ക പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. സ്ഥലത്തേക്ക് അങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമ്മുടെ വണ്ടി ഏകദേശം 7 മണിക്കൂറോളം ഓടിച്ച് വന്നുകൊണ്ട് നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടുള്ളൂ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ. Yo guys, Mahindra is wake up. Mahindra wake up guys, Mahindra wake up. Yeah guys, നമ്മൾ ദേവൻ എസ്റ്റേറ്റ് എന്ന ഒരു ചായത്തോട്ടത്തിലേക്ക് ഉള്ളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്ന ഒരു അടിപൊളി വിസ്മയ കാഴ്ചകൾ അങ്ങനെ ആസ്വദിച്ചും പിന്നെ ഫുൾ കട്ടറോട് ആസ്വദിച്ചും ഒക്കെ അങ്ങനെ പോവുകയാണ്. കോട്ടയം കുട്ടികൾ കൊണ്ട് രസമാണ്. എന്നാലും നേരത്തെ വയനാട്ടിൽ മാറി പോകും അല്ലേ? അപ്പോൾ എനിവേ ഓഫ് റോഡിങ് ഇഷ്ടപ്പെട്ടവർക്ക് ഇവിടെയും ട്രൈ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഓഫ് റോഡിങ് റോഡ് ഇഷ്ടമായുണ്ട്, കേരളം പൊട്ടിക്കൊളിഞ്ഞ റോഡുകൾ. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു ഓഫ് റോഡിങ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്താൽ നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ ഏരിയയിലേക്ക് എത്തിച്ചേരും. യോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ദേവൻ എന്ന ഇൻഡസ്ട്രിയിലുള്ള ടീ ഫാക്ടറിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ടീ ഫാക്ടറിയെല്ലാം സന്ദർശിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഫാക്ടറിൻ്റെ അകത്തേക്ക് മൊബൈൽ അലൗഡ് അല്ല. നമ്മൾ പെർമിഷൻ പൂച്ചിട്ടും നമുക്ക് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഫാക്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ടീൻ്റെ ഇലകൾ കൊടുത്തിട്ട് പ്രൊസീജിയറെല്ലാം കണ്ടു. അതെങ്ങനെ ഉണ്ടാക്കുന്നതും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും, അതായത് നല്ല ലൂസ് ഉള്ളത് ക്വാളിറ്റി ഉള്ളതും ടൈറ്റ് ഉള്ളത് ക്വാളിറ്റി ഇല്ലാത്തതുമുള്ള പല ടീൻ്റെ പല വെറൈറ്റി കോഫി എല്ലാം മേക്കിംഗ് ഉള്ള ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഇവിടേക്ക് ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസേ ഉള്ളൂ റണ്ണിങ്. അപ്പോൾ നമ്മളങ്ങനെ എസ്റ്റേറ്റിൻ്റെ ഉൾവശമാണത് കേട്ടോ. ഇത് ഏകദേശം 1000 ഏക്കർ സ്ഥലമാണ്.
അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ ടൈം ഷെഡ്യൂളിനനുസരിച്ച് നമുക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം. അപ്പോൾ തൈലത്തോട്ടങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമുക്കൊന്ന് അതിൻ്റെ അടിക്കൊക്കെ ഒന്ന് ഇറങ്ങി പോവാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയുള്ള ഇതാണ് നമ്മളുടെ എസ്റ്റേറ്റിൻ്റെ ഉൾവശത്ത് തേയിലത്തോട്ടത്തിൻ്റെ അത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. നമ്മൾ നേരെ തേയിലത്തോട്ടത്തിൽ പോട്ടെ. അപ്പോൾ ഏകദേശം 1000 ഏക്കർ സ്ഥലത്തുള്ള ഈ തേയിലത്തോട്ടത്തേക്ക് വരുമ്പോൾ ഓഫ് പ്രൊസീഡഡ് എന്താ പറയുക, ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ആ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. അയ്യോ ഗായ്സ് സൂപ്പർ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കോട്ടയിലേക്ക് പോവാം. ഇവിടെ ടീയും ഉണ്ട് കോഫി ഉണ്ട് കേട്ടോ. രണ്ടും പ്രൊസീജിയറിങ്ങും ഉണ്ട്, മേക്കിങ്. അതുപോലെ ഓരോ ഇതിലും പമ്പ് സെറ്റാണ്. നമുക്കിങ്ങനെ മറ്റേ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് അമർത്തിയാൽ 360 റൊട്ടേറ്റ് ചെയ്യുന്ന പൈപ്പെല്ലാം കൊടുത്തിട്ടാണ് ഇവിടെ അത് സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഷാല്ലാ വൺ ഡേ വി വിൽ ഓൾസോ ഓൺ എൻ എസ്റ്റേറ്റ് ദാറ്റ് വി ക്യാൻ വിസിറ്റ് ഡെയിലി. ഒരാഗ്രഹമുണ്ട് ഇൻഷാല്ലാ വാങ്ങണം. സോ വൺ ഡേ വിൽ മേക്ക് ഇറ്റ് ദാറ്റ് ഹാപ്പൻ. തോട്ടത്തിലുള്ള ഈ വ്യൂ എല്ലാം ആസ്വദിച്ച് നമ്മൾ നല്ല മനോഹരമായ കാറ്റും. ഇവിടെ തണുപ്പാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു വലിയ തണുപ്പെന്ന് പറയാൻ പറ്റില്ല. മഹാരാഷ്ട്രയിൽ ഇപ്പോഴുള്ള അനുസരിച്ചുള്ള തണുപ്പ് മാതിരിയല്ല. ഇവിടെ ഒരു 20 to 23 ആ റേഞ്ചിൽ തണുപ്പാണ് ഇപ്പോൾ ആഫ്റ്റർനൂൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ തണുപ്പില്ലാത്ത കുറവാണ്. പക്ഷേ നൈറ്റ് ടൈമിലും അതുപോലെ മോർണിംഗ് ടൈമിലും നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഒരു 360 കാറ്റും എന്താ പറയുക റൊട്ടേറ്റിംഗ് എല്ലാം ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് ഇനി ശിവമോഗത്ത് നിന്നും ഇവിടെ പറയാനുള്ള സമയമാണ്. നമ്മൾ നേരെ ഡിസ്ട്രിക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് മംഗലാപുരത്തേക്കാണ്. മംഗലാപുരത്ത് നിന്ന് നേരെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് ഒരു റിലേറ്റീവ്. അപ്പോൾ അവരൊക്കെ കാണാനായിട്ട് പോവുകയാണ്. എനിവേ നമുക്ക് നമ്മൾ മഹേന്ദ്ര സ്കോർപിയോ ത്രൂ ആണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നത്. ഏകദേശം 12 hours and 45 minutes ട്രാവലിംഗ് ഫ്രം കേരള ടു മൈസൂർ, ഫ്രം കേരള ടു വയനാട്, വയനാട് ടു മൈസൂർ, മൈസൂർ ടു ചിമ്മൂകം, ഫ്രം ഹിയർ ടു ഇത് ഏകദേശം 10 hours. അങ്ങനെ ഏകദേശം ഒരു 420 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക്. പ്ലസ് 256 പ്ലസ് 257 ടോട്ടൽ ഒരു 800 കിലോമീറ്റേഴ്സാണ് നമ്മളെ സ്കോർപിയോ ത്രൂ നമ്മൾ കവർ ചെയ്തത്. എനിവേ ഇറ്റ്സ് ക്വൈറ്റ് ഇംപ്രസീവ് ഗൈസ്. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇത് കാറ്റും എല്ലാം ആസ്വദിച്ച് നമുക്ക് ഇങ്ങാണ്ട് താഴത്തേക്ക് നമ്മൾ ഇനി കൂടുതൽ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങണം. അപ്പോൾ എന്നാലേ നമുക്ക് രാത്രി സമയം കാസർഗോഡ് എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കാസർഗോഡ് നിൽക്കും. അപ്പോൾ കാസർഗോഡ് റിലേറ്റീവ് ഉണ്ട്, അവിടെ നമുക്ക് അവിടെ എത്തിയിട്ട് പകരം കാണിക്കാനുള്ള ഫുട്ടേജിൽ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ അതും അടുത്ത പാർട്ടിയിട്ട് വരുന്നുണ്ട്. Day 3 at the trip of continuing. അപ്പോൾ അബീബ് കുട്ടാ പോവാ, അബീബ് പോവാതെ എങ്ങനെയുണ്ട് നമ്മളെ ടൂറൊക്കെ? പൊളിയല്ലേ? അല്ലേ സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട് സാർ പറയും, എന്തെങ്കിലും സന്തോഷം പറ. നല്ല രസമുണ്ട്. മൈക്കത്ത് വെക്കെ എത്തിച്ചു പറ. നല്ല രസമുണ്ട്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട അബീബിനോ? എനിക്കും. കുട്ടാപ്പനോ? അടിപൊളി. ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ഇനിയും വരണ്ടേ? ഇനി വരൂലേ? അതെ ഗൈസ്, നമ്മൾ ഇനിയും വരും. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. സോ വി ആർ ഔട്ട് ഫ്രം ദേവഗഡ് ഇൻ ടീ ഫാക്ടറി ഇൻഡസ്ട്രിയൽസ്. സോ വി ആർ സൈനിങ് ഫ്രം ഹിയർ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ താമസിച്ച വീട്ടിലേക്ക്, നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ നിന്നും നമ്മൾ ഇവിടെ നമ്മൾ വിട പറയുകയാണ്. സോ സൈനിങ് ഓഫ് ഫ്രം ഹിയർ. ദ വീഡിയോ ഇസ് നോട്ട് ഓവർ. നമ്മൾ വീഡിയോ ഇവിടുന്ന് ഓവർ ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സൈൻ ഓഫ് ചെയ്യണം. ഇറ്റ്സ് സൈനിങ് ഫ്രം ദേവഗഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി പ്രേക്ഷകർ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ്. അപ്പോൾ ഓലെ ഒന്ന് പരിചയപ്പെടാം. കാക്ക, നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ പറയും. നാഗരാജ്. സ്ഥലം എവിടെയാണ്? കർണാടക, ദേവൻ എസ്റ്റേറ്റ്. ഇവിടെ തന്നെയാണ്. ഇവിടെ എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
15 വർഷം 15 വർഷമായി ഈ ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അടുത്ത ചേട്ടൻ ഞാൻ രവി ഷെട്ടി പറഞ്ഞിട്ട് ആ, ಚಿಕ್ಕಮಗಳೂರು ಕೊಪ್ಪಯಲ್ಲಿ ಇರಿക്കുന്നത് ದೇವನೇಶ್ವರ പറഞ്ഞിട്ട് 27 കൊല്ലം പരിചയമുണ്ട്. 27 കൊല്ലം 27 15 27 കൊല്ലത്തോളം വർഷത്തോളമായി ഇവിടെ വർക്ക് ചെയ്യുന്ന നല്ല ചേട്ടന്മാർ. എൻ്റെ പേര് പ്രഭാകരൻ. ഞാൻ കർണാടകയിലെ ചിಕ್ಕಮಗಳೂರು ജില്ല കൊപ്പ താലൂക്ക് ദേവനേശ്വരിലെ ഇരിക്കുന്നത്. ഞാനിവിടെ 36 വർഷമായി സർവീസ് പണി ചെയ്യാൻ. ഓക്കെ, 15 27 36 വർഷം. മാഷാ അല്ലാ. അപ്പോൾ അത്രയും വർഷത്തോളമായി വർക്ക് ചെയ്യുന്ന നമുക്ക് നല്ലൊരു ചേട്ടന്മാരുണ്ട്. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ആളുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ആളെന്നൊക്കെ പറയാം. ಗುರುಬಸವರಾಜ್. ನಾವಿಲ್ಲೇ ದೇವನ ಎಸ್ಟೇಟಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ನಾವು ದೇವನ ಎಸ್ಟೇಟಿಗೆ ಬಂದು 50 ವರ್ಷ ಆಯಿತು. ಇಲ್ಲೇ 50 ವರ್ಷ 50 ವರ್ಷ ಆಯ್ತು. 50 ವರ್ಷ ಆಯಿತು ಬಂದು ಇಲ್ಲೇ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಇನ್ನೊಂದು 4 ವರ್ಷ ಹೋದರೆ ರಿಟೈರ್ಡ್ ಆಗುತ್ತೆ. ನಾವು ഓക്കെ, കന്നഡ കുറച്ച് അറിയാം, മനസ്സിലാവും. പക്ഷെ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ആ ഭാഷ പറയാറില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഭാഷയോടുള്ള ഇതല്ലേ. അപ്പോൾ ചേട്ടൻ്റെ പേര് കാര്യങ്ങൾ? എൻ്റെ പേര് അലവി. അലവി. പിന്നെ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, ഈ എസ്റ്റേറ്റിൽ തന്നെ വർക്ക് എത്ര വർഷമായി ഇവിടെ? ഇവിടെ 24 കൊല്ലമായി ഇവിടെ. 24 കൊല്ലം. അപ്പോൾ ഈ വില്ലേജൊക്കെ നോക്കുമ്പോൾ കൂടുതൽ കൊല്ലം വർക്ക് ചെയ്ത ആൾ ഇതാണ്. അപ്പോൾ എല്ലാവരും കൈയടിക്കുക, ഒരു കൈയടി കൊടുക്കുക എല്ലാവരും. അപ്പോൾ 15 27 36 24 50 വർഷം. അങ്ങനെ ഇത്രയും വർഷത്തോളം വർക്ക് ചെയ്ത ചേട്ടന്മാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി, ഇതെല്ലാവരോടും സൈൻ ഓഫ് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് നേരെ കാസർഗോഡിലേക്ക് നമുക്ക് രാത്രി ഇൻഷാല്ലാ എത്തിച്ചേരുന്ന വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ശേഷം നമ്മൾ നേരെ വിടും. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ.